അയൺ ഗോളം വേഴ്സസ് സ്വോർഡ്. ഇന്ന് നമ്മൾ അയൺ ഗോളത്തെ ഒരു വുഡൻ സ്വോർഡ്, ഏറ്റവും പവർ കുറഞ്ഞ വുഡൻ സ്വോർഡ് വെച്ച് കൊല്ലും. ഫസ്റ്റ് എനിക്കൊരു അയൺ ഗോളത്തെ കണ്ടുപിടിക്കണം, അതിന് വില്ലേജ് കണ്ടുപിടിക്കണം. അത് കണ്ടാ അവിടെ ഒരു വില്ലേജ്, അവിടെ അയൺ ഗോളത്തെ തീർക്കാൻ പോവാ ഒരു സ്വോർഡ് വെച്ചിട്ട്, ഒരു വുഡൻ സ്വോർഡ് വെച്ചിട്ട്. ഇവിടെ ഇറങ്ങുമ്പം വല്ല അയൺ ഗോളം വന്ന് എന്നെ അടിച്ച് കൊല്ലുവോ? അത്രക്ക് സ്കിൽഡ് ഒന്നായിരിക്കും അയൺ ഗോളം. വില്ലേജ് കുറച്ച് എക്സ്ട്രീം അടിപൊളിയായിട്ടുണ്ട്. ഇവിടുന്ന് എന്തോ പാലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊഫഷണൽ ബിൽഡേഴ്സ് ഒക്കെ ഉള്ള വില്ലേജ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, പാലമൊക്കെ പണിതിട്ടേക്കുന്നത്. ഇറങ്ങ്. എങ്ങനെയാ ഇറങ്ങുക? ജമ്പ് ചെയ്യുന്ന എങ്ങനെയാ? ഷിഫ്റ്റ്, എക്സിറ്റ്, എസ്കേപ്പ്. അവിടെ എനിക്കത് ഇറങ്ങുന്ന ബട്ടൺ ഞാൻ മറന്നുവല്ല. ഇറങ്ങുന്ന എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ ആരോടാ ഹെൽപ്പ് ചോദിക്കുക? ക്രീപ്പർ, നീ എവിടെയെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് നിന്ന് ഇറക്കി തരുമോ? ഇതിപ്പോൾ ഇറങ്ങുന്നുണ്ടോ? കൺട്രോൾ. അത്രേ ഉള്ളൂ. ഇനി അതാ അയൺ ഗോളം, നമ്മളുടെ വില്ലൻ. 2 പേരുണ്ട്. ഇവന്മാരിപ്പോൾ പേടിച്ച് ചാവുന്നുണ്ടാവും എന്നെ കാണുമ്പോൾ തന്നെ. എനിക്കിപ്പോൾ ലൈഫില്ല. അവരെ കൊല്ലുന്നതിന് മുമ്പ് കുറച്ച് ലൈഫ് വേണം, കുറച്ച് ഫുഡ് വേണം അതിന്. വില്ലേജർ, എനിക്ക് കുറച്ച് ഫുഡ് കിട്ടുമോ? കുറച്ച് എനർജിക്കാ. നിങ്ങളെ ഞാൻ ഈ ഗോളത്തിൻ്റെ അടുത്ത് രക്ഷിക്കാം. ഫുഡ് തരുമോ? ഫുഡ് താ. ഇഗ്നോറാ. എന്നെ ഇപ്പം ആ വില്ലേജർ ശരിക്കും ഇഗ്നോറാ അടിച്ചേ. എൻ്റെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോയി. ഈ ഫിസ്റ്റ് വെച്ച് എനിക്ക് ഈ വില്ലേജറിനെ കൊല്ലാൻ പറ്റിയില്ല. ഞാൻ മണ്ടന. 1 2 ഒരാ വീടിൻ്റെ ഉള്ളിൽ കയറ്. ഈ വീട്ടിൽ കയറിയിട്ട് ഫുഡ് തീഫാ. ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇത് പിന്നെ എന്തിനാ പണിതിട്ടേക്കുന്ന? കത്തിച്ചൂടെ? ഇവിടെ എന്താ? ഹായ് വില്ലേജേഴ്സ്, എനിക്ക് എന്തിനാ ഫുഡ് തരുമോ? കുതിരനെ കൊന്നാലോ? കുതിരനെ കൊല്ലുന്നത് തെറ്റ്. നമ്മൾ ചെയ്യില്ല തെറ്റ്. ഇവിടെ എന്തോ ഫുഡ് ഉണ്ട്, എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ലൈബ്രറിയൻ എന്തൊക്കെയാണ്? ബുക്കൊക്കെ വായിച്ചിരിക്കുകയാണോ? അല്ല, താനെന്താ കാണിക്കുന്ന? ഡെസ്കിന്റെ മുകളിൽ എന്തിനാ കയറുന്ന? ലൈബ്രറിയിലത്തെ ബുക്കുകളെല്ലാം വെക്കുന്ന സ്ഥലമല്ല, അവിടെ കയറി എന്തിനാ നിൽക്കുന്നത്? ഞാൻ നിന്നെ കൊല്ലൂട്ടോ. ഇറങ്ങ്. എന്താ ഭയം എടുക്കണം? എന്ത് പേടിയാണ് ഈ നാട്ടുകാർക്ക്. ഈ വില്ലേജേഴ്സിന് എന്നെ ഭയങ്കര പേടിയാണ്. ഗോളത്തെ ഞാൻ തന്നെ തീർക്കും. ഗോളത്തെ എനിക്ക് തീർക്കാൻ പറ്റും എൻ്റെ ഈ കൈകൾ കൊണ്ട്, അല്ല എൻ്റെ വുഡൻ സ്വോർഡ് വെച്ചിട്ട്. എവിടെയും ഫുഡുള്ളേ? ഈ വീട്ടിലുണ്ടോ? ഇത് കുറച്ച് വലിയ വീടാണല്ലോ. ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. യെസ്, ഫുഡ്. അവിടെ ഇത്രയും ഫുഡാ. ഈ വില്ലേജർ ഹാർഡ് വർക്കിംഗ് വില്ലേജർ അയാൾ, ഈ വീടിൻ്റെ ഓണർ. എത്ര ബ്രെഡ്, 2 ആപ്പിൾ കഴിച്ചാൽ ബുദ്ധി വളരും. ഞാൻ ആപ്പിൾ കഴിക്കട്ടെ. ഓക്കെ, ഞാൻ ഏറ്റവും ഇൻ്റലിജൻറ്റ് ബോയ് ഇൻ ദ വേൾഡ്. ഒരു വലിയ പ്രശ്നം, ഇപ്പം ഞാൻ ഇവനെ അടിക്കണമെങ്കിൽ എനിക്ക് വേണം വുഡൻ സ്വോർഡ്. അതുകൊണ്ട് ഫസ്റ്റ് വുഡൻ സ്വോർഡ് ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വുഡ് വേണം. എവിടെ കിട്ടും വുഡ്? വില്ലേജത്തെ വീടിൽ നിന്ന് പൊട്ടിച്ചാലോ? ആരും അറിയണ്ട, സീക്രട്ടായിട്ട് പൊട്ടിക്കാം. ഇവിടുന്ന് അല്ലേ വേണം, മരത്തിൽ നിന്ന് തന്നെ പൊട്ടിക്കുക. അതല്ലേ മരം. വുഡ് ഇതാ. എനിക്കെന്താ വെപ്പൺ ഉണ്ടാക്കാൻ പറ്റത്തെ? ഇത് തന്നെ വെപ്പൺ. വുഡൻ ആക്സ്. എന്ത് വെച്ച് കൊല്ലണം? വുഡൻ സ്വോർഡ് വെച്ച് നമ്മളിന്ന് കൊല്ലാൻ പോകുന്നത് ഗോളത്തെ. 2 ഉണ്ടാക്കി വെക്കാം. എവിടെയാ ഗോളം ഒളിച്ചിരിക്കുന്നേ? നീ എവിടെയാ ഗോളം ഒളിച്ചിരിക്കുന്നേ? എനിക്ക് നിന്നെ കൊല്ലണം. ഇതാ ഇവിടെ. നിന്നെ ഞാൻ കണ്ടു. ഒളിച്ചിരിക്കുകയാണോ? ഫസ്റ്റത്തെ ഫൈറ്റ്. 3 2 1 ബൂം. എൻ്റെ മോനെ, എന്താണ്ടാ ഞാൻ പറഞ്ഞതാ? എനിക്കറിയില്ല. എൻ്റെ ലൈഫ് ഒറ്റയടിക്ക് 1 2 3 4 5 6 7 ലൈഫ് ഒറ്റയടിക്ക് എൻ്റെ തീർന്നു. ഇനി ഒറ്റയടിയും കൂടി കിട്ടി ഞാൻ ചത്തേനെ. അതിനു മുമ്പ് ഞാൻ ഓടി. ലൈഫില്ലാതെ അവിടെ പെട്ടെന്ന് പോയിട്ട് അടിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാണ്. ഫുൾ പ്ലാൻ ചെയ്തിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. കാരണം ഗോളത്തിന് ഭയങ്കര പവറാണ്. എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിക്കാം. ബാക്കിൽ നിന്ന് അടിക്കാം. ഗോൾ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുന്നത്. ഞാൻ ബാക്കിൽ പോയിട്ട് അടിക്കും. ഇപ്പം അപ്പുറത്തോട്ടാണ് നടന്നേ. ആദ്യം ഫ്രണ്ടിലോട്ട് നോക്കുന്നത്. അപ്പുറത്തേൽ നിന്ന് അടിക്കുക. ബാക്കിൽ പോയിട്ട് അടിക്കുക. കണ്ടു. ഓക്കെ, ഇപ്പം കണ്ടു. ബാക്കിൽ പോയിട്ട് അടിക്കുക. ഇതെന്താ എന്നെ ഫോളോ ചെയ്യുന്ന ഈ ഗോളം? ഞാനല്ലേ അവനെ അടിക്കാൻ വന്നത്, എന്നിട്ട് അവനെന്തിനാ എന്നെ അടിക്കാൻ വരുന്നത്? ഈ ഗോളത്തിന് കുറച്ച് ബ്രെയിൻ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലല്ല. എൻ്റെ ഇൻ്റലിജൻസ് ഓൺ ആക്കേണ്ടി വരും. ഇനി ഞാൻ ബ്രെയിൻ ഓൺ ആക്കി കളിക്കാം. പിന്നെ എന്നെ കൊല്ലണമെന്ന് തന്നെ വല്ല പ്രിവെൻറ്റും ഉണ്ടാ? എനിക്കൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ആ പ്ലാൻ ആലോചിച്ച് കണ്ടുപിടിക്കാം. അതവിടെ ഗോളം നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്ലാൻ നമ്പർ 2 എക്സിക്യൂട്ട് ചെയ്യാൻ പോവാ. ഈ മണ്ണ് കണ്ട എൻ്റെ കയ്യിലുള്ളത്. ഇതിപ്പോൾ ഈ മണ്ണ് വെച്ചിട്ട് ഞാൻ വെള്ളത്തിലേക്കൊരു മെഗാ പ്ലാൻ ഉണ്ടാക്കാൻ പോവാ. ആരെക്കൊണ്ടും തിങ്ക് ചെയ്താൽ പോലും കിട്ടൂല. ഗോളം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വേടാ. വാ. എനിക്ക് പേടിയായിട്ടല്ല ഓടുന്നു. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ. ഗോളത്തിന് വെള്ളം പേടിയാ? അല്ല, ഗോളത്തിന് വെള്ളം പേടിയില്ല. വെള്ളത്തിൽ മുക്കി ഞാൻ ഗോളത്തെ കൊല്ലാൻ പോവാ. വെള്ളം കണ്ടാൽ പേടിക്കും.
ഗോളം. വെള്ളം കണ്ടാൽ പേടിക്കും ഗോളം. വെള്ളം കണ്ടാൽ പേടിക്കും ഗോളം. വെള്ളം കണ്ടാൽ പേടിക്കും ഗോളം. വെള്ളം കണ്ടാൽ പേടിക്കും ഗോളം. അയ്യോ, വെള്ളം കണ്ടാൽ പേടിക്കും. ഓ നോ 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 ജസ്റ്റ് മിസ്. നമ്മൾ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. വൺ മോർ ടൈം. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈം. ഗോളത്തെ വിളിക്കുന്നു, ഈ കുഴിയിലോട്ട് ഇടുന്നു, ഗോളത്തെ കൊല്ലുന്നു. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് വാ. പറയാ ഇങ്ങോട്ട് വരൂല. പേടിയാ നിനക്ക് പേടിയാടാ. ഇങ്ങോട്ട് വേണ. വെള്ളത്തിൽ വീണു. അത് വെള്ളത്തിൽ വീണ്ടാൻ ചാവാത്തെ. എന്താ വെള്ളത്തിൽ വീണിട്ട് ചാവാത്തെ? ഗോളം വെള്ളത്തിൽ വീണ ചാവൂലേ? ഓ, അൺലിമിറ്റഡ് ശ്വാസം നിനക്ക് അൺലിമിറ്റഡ് ശ്വാസം. പക്ഷെ അവനൊന്നും തൊട്ടാനും ചാവും. എനിക്ക് അടുത്തു പോകാൻ പറ്റില്ല. വേറെ പ്ലാൻ ഉപയോഗിക്കണം. അപ്പോൾ ഗോളത്തിന് പവർ മാത്രമല്ല, അൺലിമിറ്റഡ് ശ്വാസത്തിൻ്റെ സൂപ്പർ പവറും ഉണ്ട്. എൻ്റെ പ്ലാൻ നമ്പർ 3 എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയമായി. പ്ലാൻ നമ്പർ 3 എന്താ ആലോചിക്കണം. ഞാൻ എൻ്റെ ഫൈനൽ പ്ലാൻ. ഈ പ്ലാൻ വർക്കൗട്ട് ആവാതിരിക്കില്ല. ഇതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. ഗോളത്തിന് നിനക്ക് എത്താത്ത ദൂരത്തിൽ ഞാൻ കല്ലിടാൻ പോവാ. നോക്കി പേടിപ്പിക്കുന്നുണ്ട, പക്ഷെ ഞാൻ നിന്നെ തീർക്കും ഇപ്രാവശ്യം. 3, 2, 1 നിന്റെ ഫ്രണ്ടിലിടുന്നു. ഓ, അത് തെറ്റി. സോറി എന്നെ കൊല്ലല്ലേ. മൈ മിസ്റ്റേക്ക്. ഇപ്പോഴത്തെ സൈഡിൽ നിന്നാ. 1, 2, 3, 4. ഇങ്ങനെയുണ്ടാ. ഓ, തെറ്റിയടാ. അത് നമ്മൾ അടിച്ചിട്ട് പോകണം. അടിച്ചിട്ട് ഓടണം. എന്നിട്ടിടണം. വാ. എന്നെ പിടിക്കാൻ ഇപ്പോൾ വന്നോണ്ടുക. അവനറിയൂല ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ട്രാപ്പാണ്. അയ്യോ, ട്രാപ്പിട്. അന്ന് ഇടാൻ പറ്റാത്ത വിട്ടു. എൻ്റെ ഭാഗ്യം. നീ തീർന്നു. നീ നേരത്തെ അടിച്ച് കൊന്നതൊരു പ്രോ പ്ലെയറിനെയാ. ചാവ്. എനിക്ക് എന്താ അറിയില്ല, ഈ ഗോളത്തെ നിന്ന് കൊല്ലണം. ഇതാണ് നമ്മുടെ വുഡൻ സോഡ് വേഴ്സസ് ഗോളം ഞാൻ നോക്കിയത്. കാരണം സോഡിനാണോ ഗോളത്തിനാണോ പവർ കൂടുതൽ എന്നറിയാം. ഏതിനാ പവർ? ഫൈനലി ഞാൻ കൊന്നു. എനിക്ക് കിട്ടിയ 5 അയൺ. വുഡൻ സോഡ് വെച്ച് ഞാൻ അയൺ ഗോളത്തെ കൊന്നപ്പോൾ എനിക്ക് കിട്ടിയത് 5 അയൺ. ഇനി എനിക്ക് അയൺ വെച്ചിട്ടുള്ള ഷീൽഡൊക്കെ ഉണ്ടാക്കാം. സോ നമ്മൾ ഇത് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ പവർഫുൾ ലുക്കിൽ നിൽക്കുന്ന ഞാൻ അയൺ ഗോളത്തെ വുഡൻ സോഡ് വെച്ച് തീർത്തു. ഇത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ചെയ്ത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്. ഇതിൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. നമ്മൾ പുതിയൊരു ലൈവ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് സബ് ചെയ്യാത്തവർ സബ് ചെയ്തേക്ക്.